ഹായ്, നമ്മുടെ ദില്ലി യാത്രയുടെ സെക്കൻഡ് വീഡിയോ ആണിത് കേട്ടോ. ഫസ്റ്റ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. അതുപോലെ ഡൽഹി എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡൽഹി യാത്രയുടെ എല്ലാ വീഡിയോസും നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൽഹിയിൽ കാണാനുള്ളതിൻ്റെയൊക്കെ നമ്മൾ ഈ സീരീസ് കഴിയുമ്പോഴേനും ഏകദേശം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. പിന്നെ ലാസ്റ്റ് ഞാൻ അവിടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും, എനിക്ക് നമ്മളും ഇതുപോലെ ഇങ്ങനെ വീഡിയോസ് കണ്ടു പോയ ഒരാൾ തന്നെയാണ്. അപ്പം നമ്മൾ സ്വയം ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു കറക്റ്റായ ഗൈഡ് ലൈൻസിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് പോകുമ്പോൾ എന്നോട് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിന് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കത് വളരെ ഉപകാരമായി, അതായത് നമുക്കറിയാമല്ലോ ഒരു വീഡിയോ കണ്ട് പോകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ട്, എന്തൊക്കെ ഇൻഫർമേഷൻസ് കൂടി ആവായിരുന്നു എന്നുള്ളതെല്ലാം ചേർത്ത് തന്നെയാണ് ഞാനതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ നമ്മളുടേത് എന്ന് പറയുന്ന ഹുമയൂൺ ടോംബാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഉദ്യാന ശവകുടീരം, മുഗളന്മാരുടെ ശവകുടീരമാണത്. ഇതാദ്യം നമ്മൾ കാണുന്ന ഷേർഷാ സൂരിയുടെ സഭയിലെ അംഗമായിരുന്ന ഇസാ ഖാൻ്റെ ശവകുടീരമാണ്. ഹുമയൂൺ ചക്രവർത്തിയുടെ ശവകുടീരം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പണി കഴിപ്പിച്ചതാണ് ഇത്. ഇതിൻ്റെയൊക്കെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്, ഈ മൊനുമെൻറ്റ്സ് ഒക്കെ കാണുമ്പം നമുക്ക് അന്നത്തെ ആ കാലത്തെ അവരുടെ ആ ഒരു നൈപുണ്യം, അതായത് ഇതൊക്കെ ചെയ്തെടുത്തത് എങ്ങനെ, ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ ഒരു വർക്കുകൾ, കാര്യങ്ങൾ, അത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി. അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ തന്നെയാണ് എങ്ങനെയാണ് ഇന്ന് ഈ കാലഘട്ടത്ത് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു നിർമ്മിതി നിർമ്മിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതിനൊന്നും ഒരു കേടുപാട് വരാതെ അതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ട്രാവലേഴ്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എത്രയോ വലിയൊരു ഇതൊക്കെയാണ് നമ്മളതിനെ ചീത്തയാക്കി കളയുന്നത് നമ്മുടെ മനുഷ്യർ എന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പം അവരുടെയൊക്കെ പെരുമാറ്റവും രീതികൾ കാണുമ്പം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളുടെ ആ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സംസ്കാരങ്ങളും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അതിനെ. അപ്പോൾ ഇത് ഈ ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത് ഹുമയൂണിൻ്റെ ഭാര്യയായിരുന്ന ബീഗം, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായിരുന്ന ബീഗം അദ്ദേഹത്തിൻ്റെ മരണശേഷം പണി കഴിപ്പിച്ച ഒരു ലേഡി പണി കഴിപ്പിച്ച ഒരു നിർമ്മിതി എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ താജ്മഹലിൻ്റെ വേർഷനാണ് ഇതിൽ കാണുന്നത്. താജ്മഹലും ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധ എല്ലാവരിലേക്കും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹുമയൂൺ ടോംബ് എന്ന് പറയുന്ന അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഡൽഹിയിൽ പോകുമ്പോൾ മറക്കാതെ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണ് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് പോയി കാണുക. അതിനുശേഷം നമ്മൾ പോയിരിക്കുന്ന നമ്മുടെ ഇന്ത്യ ഗേറ്റ്, ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ഇന്ത്യൻ സൈനികർ, ആ ഇതിൽ മരണപ്പെട്ട ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന അമർജ്യോതിയൊക്കെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. അതിൽ അവരുടെ ആ മരിച്ചു പോയവരുടെ എല്ലാം പേര് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് കറക്റ്റ് അടുത്ത് പോയി നിൽക്കുമ്പോൾ കാണുമ്പോൾ അറിയാൻ സാധിക്കും, അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അവിടെയും. അത് പിന്നെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടുന്ന് നേരെ ആ ഒരു രേഖ എന്ന് പറയുന്ന രാഷ്ട്രപതി ഭവനിലേക്കാണ്. റിപ്പബ്ലിക് ഡേ പരേഡ് അല്ലേ, ഏതൊരു ഇന്ത്യൻസിൻ്റെ മനസ്സിലുള്ള ഒരു സ്ഥലം തന്നെയാണ് റിപ്പബ്ലിക് ഡേ പരേഡും. ആ ഒരു പരേഡ് നടക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലറിയാതെ തന്നെ ഒരു ദേശസ്നേഹം ഉണർന്നു വരുന്ന ഒരു സ്ഥലം തന്നെയാണ് അതല്ലേ. ഇത് രാവിലെയും വൈകിട്ടുമാണ് കേട്ടോ പോകാൻ, കാരണം നല്ല വെയിലായിരിക്കും, ചൂടായിരിക്കും. വേറെ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു തണലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭംഗിയായിട്ട് നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ്. ഓരോ മൊനുമെൻറ്റ്സിൻ്റെ അടുത്തും വിശാലമായിട്ടൊരു പാർക്കും ഇരിക്കാനും ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല ഒരു ഏരിയ തന്നെയാണ്. ഇത്രയും സിറ്റിയുടെ നടുക്ക് ഈ പച്ചപ്പും കാര്യങ്ങളും നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇത് കണ്ടോ, ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞുള്ള കാഴ്ചയാണ്. നേരെ കാണുന്ന രാഷ്ട്രപതി ഭവനാണ്. ഇവിടെ നിന്ന് നേരെ ആ ഒരു സ്ഥലം, ഇടയ്ക്ക് വണ്ടി പോകുന്ന പ്ലേസൊക്കെ ഉണ്ടെങ്കിലും അത് ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നത്. ഇത് നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലിൻ്റെ ലോബി ഏരിയ ആണ്. ഇന്നലെ റൂമിൻ്റെ ഭാഗമാണ് നമ്മൾ കാണിച്ചിരുന്നത്. ഇത് ലോബി ഏരിയയുടെ ആ പുറത്തുനിന്നുള്ള വ്യൂ. കൂടുതൽ ദില്ലി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ.